പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 71 സങ്കീർത്തനമാണ് പ്രതിവചനം. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുക. കർത്താവിലൂടെ ലഭിക്കാൻ പോകുന്ന ഭാഗ്യത്തെപ്പറ്റി, അനുഗ്രഹങ്ങളെപ്പറ്റി ആരെന്തൊക്കെ എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാലും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. മരണം തന്നെയാണെങ്കിലും സുവിശേഷം പറയുന്ന ഞങ്ങളുടെ നാവുകൾ നിശബ്ദമാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആദിമകാല ക്രിസ്ത്യാനികളെ ഓർമ്മിക്കുക. അതിനൊക്കെ ഇങ്ങനെ ഒരു ഊർജം കൊടുത്തുകൊണ്ട് നിന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഒരാളുടെ മരണം എന്തുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. കാരണം ആ മരണം കൊണ്ട് ഈ എത്രയോ പേരുടെ ജീവിതമാണ് മാറ്റപ്പെട്ടതെന്നുള്ളതാണ്. ആ മരിക്കുന്നത് വരെ അയാൾ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. മരണത്തിൻ്റെ ആ അവസാന നിമിഷം പോലും പറയുന്നത് സുവിശേഷമാണെന്നുള്ളതാണ്. ഭയമില്ലാതെ മുൻപിൽ നിൽക്കുന്നവൻ്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ ക്രിസ്തുവിൻ്റെ സുവിശേഷം വിളിച്ചു പറയാൻ ഇങ്ങനെ ധൈര്യപൂർവ്വം നാവുയർത്തിയ വിശുദ്ധ സ്നാപക യോഹന്നാൻ. മരണമാണ് അയാളുടെ മുൻപിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. എന്നിട്ടും പേടിയൊന്നുമില്ലല്ലോ. ക്രിസ്തുവിനെ പറയാൻ, അവൻ്റെ രക്ഷാകരമായ പ്രവൃത്തികൾ ആരുടെ മുൻപിലും വിളിച്ചു പറയാൻ മടി കാണിക്കാതിരുന്ന, ഭയമില്ലാതിരുന്ന ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ നാവ് അതിനുവേണ്ടി ചലിച്ചിട്ട് എത്ര കാലമായിട്ടൊന്നൊന്ന് ആലോചിച്ച് നോക്കണം. വീടിൻ്റെ അകത്തളങ്ങളിൽ ചിലർ നമ്മളോട് ഒച്ചയുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ, ചിലർ നമ്മളോട് അതൃപ്തി കാണിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ, ചിലർ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ നാവടക്കി മിണ്ടാതിരുന്നിട്ടില്ലേ പലപ്പോഴും, പ്രാർത്ഥിക്കാതെ, സുവിശേഷം പറയാതെ. ഇത് വീടിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യമാണ്. കൂട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിൽ ഞാൻ പറയുന്ന കാര്യത്തിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, എന്ത് തിരിച്ചു പറയുമെന്ന് പേടിച്ചിട്ടൊക്കെ കർത്താവ് പറയും, എന്ത് പറയണമെന്ന് നിങ്ങൾ ഉത്കണ്ഠാകുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ആത്മാവ് ആ സമയം നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ എവുപ്രാസിയമ്മയുടെ തിരുനാൾ കൂടി ആഘോഷിക്കുന്ന ദിവസമാണ്. സഞ്ചരിക്കുന്ന സക്രാരിയായ വിശുദ്ധ എന്നാണ് വിശുദ്ധയെക്കുറിച്ച് പറയുന്നത്. സഞ്ചരിക്കുന്ന സക്രാരി, ഉള്ളു നിറച്ചിങ്ങനെ ക്രിസ്തുവിനെയും കൊണ്ട് പോയിരുന്ന ഒരാൾ. പറയുന്ന വാക്കുകളൊക്കെ ക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പ്രാർത്ഥനയുടെ അമ്മ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. കാരണം എപ്പോഴും കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലൊക്കെ ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ഒരു ജീവിതകാലം മുഴുവനും ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും. ഒരു ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും അവനെ ഓർക്കാതെ ജീവിക്കാനും പറ്റും. ഇവിടെ സ്നാപക യോഹന്നാനെ ഹെറോദേസ് പിടിച്ചിട്ടത് ഒരു കൗതുകത്തിൻ്റെ പേരിലായിരുന്നു. അയാളെ പേടിയുമായിരുന്നു എന്നൊക്കെ വചനം പറയുന്നുണ്ട്. കർത്താവിനെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെവി ചായിക്കാൻ പറ്റിയാൽ അയാളുടെ ജീവിതത്തിന് എത്രമാത്രം മാറ്റമുണ്ടാകുമായിരുന്നു എന്നുള്ള ആലോചിച്ച് നോക്കണം. നിരന്തരമായി ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു നിയോഗവുമായിട്ട് ഇന്നത്തെ തിരുനാൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റുന്നുണ്ടെന്ന് തിരിച്ചറിയുക. കർത്താവ് പറയുമല്ലോ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ അവൻ്റെ ജീവിതം ഭദ്രമാക്കും. എന്നാൽ വാക്ക് കേൾക്കാത്തവർ അവരുടെ പട്ടണത്തിനെതിരായിട്ട് ഈ പാദങ്ങളിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോര്. അന്ത്യവിധി ദിവസത്തിൽ ആ നഗരത്തിൻ്റെ സ്ഥിതി സോതോമിനേക്കാളും ഗൊമോറയേക്കാളും ഒക്കെ സഹനീയമായിരിക്കും എന്നൊക്കെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വിളിച്ചു പറയാനായിട്ടുള്ള ധൈര്യവും സ്ഥൈര്യവും ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. മുന്നിൽ നിൽക്കുന്നത് തനിക്ക് എന്ത് ശിക്ഷയും നൽകാനായി അധികാരമുള്ള, അതിൻ്റെ ക്രൂരതയൊക്കെ ഉള്ളൊരു രാജാവാണ്. എന്നിട്ടും ഈ മനുഷ്യന് ഒരു കുലുക്കവും ഇല്ലല്ലോ. കാരണം സ്വർഗം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ നിയോഗമാണെന്ന് നല്ല തെളിച്ചമുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ നാവടച്ച് കളയുന്നത് പോലെ
നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ തന്നെ നമുക്കെതിരായിട്ട് കൂടാവുന്ന ഒരുപാട് പ്രയാസപ്പെടുത്തലുകളുണ്ട്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈശോയെ പറയാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം എതിർപ്പ് വരുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പ്രിയപ്പെട്ടവരാണ് ആദ്യം കളിയാക്കി തുടങ്ങുന്നതെന്ന്, ഞങ്ങളുടെ കാര്യം എന്താകും, മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾക്ക് നാണക്കേടാണ്, അവരുടെ മുൻപിൽ ഞങ്ങൾ തല താഴ്ത്തി നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറയണ വിധത്തിൽ, ഹെറോദേസിനെ വഴിതെറ്റിച്ച വിധത്തിൽ, സ്നാപക യോഹന്നാൻ്റെ ശിരസറ്റു പോകുന്ന വിധത്തിൽ, ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ട് നമ്മളെ അഭിമുഖീകരിക്കാൻ പോകുന്ന മനുഷ്യർ. എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ അവരെ ഭയപ്പെടേണ്ട, അവരെ എന്താണ് പറയേണ്ടതെന്ന് ആ സമയം നിന്നോട് ഞാൻ പറഞ്ഞു തരും. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. മരണം കൊണ്ട് പോലും ഒരാൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്നത്. നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ടും ഈ സുവിശേഷം ഒന്ന് വിളിച്ചു പറയാനായിട്ട് തുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് ഈ തിരുനാൾ നമുക്ക് മുൻപിൽ വയ്ക്കുന്ന വെല്ലുവിളി. പ്രിയപ്പെട്ടവരോട്, കണ്ടുമുട്ടുന്നവരോട്, നമ്മുടെ കുട്ടികളോട്, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ഇങ്ങനെ ഒന്ന് കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളൊന്ന് പറഞ്ഞു തുടങ്ങണ്ടേ. നമുക്ക് പലതവണ ആവർത്തിച്ചിട്ടുള്ള അതേ ടോപ്പിക്കാണത്. ഈശോയെ പറ്റി പറ, ഈശോയെ പറ്റി പറ, കർത്താവിൻ്റെ തരുന്ന രക്ഷയെക്കുറിച്ച് പറ, അവിടുത്തെ വിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ച് പറ, അവിടുന്ന് നമ്മളെ വിട്ടുകളയില്ലെന്ന് പറ, അവിടുന്ന് നമ്മളുടെ അഭയമാണെന്ന് പറ, അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് പറ. ഇതെല്ലാം സുവിശേഷമല്ലേ? ഓരോ തവണയായിട്ട് ഓരോരുത്തരോടായിട്ട് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ. അതിൽ വരുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും കർത്താവ് പറയും, അവിടെ നിങ്ങളെ പിടിച്ച് പീഡിപ്പിക്കുമ്പോൾ ഒരു നഗരത്തിൽ നിന്ന് മറ്റു നഗരത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. ഇങ്ങനെ മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് നിങ്ങൾക്ക് എല്ലാ പട്ടണങ്ങളും ഓടിത്തീർക്കേണ്ടി വരികയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ മരണം ഉണ്ടാവുമെന്ന് പറയണേ, അതിനു മുന്നേ മരിച്ചു പോകുമെന്ന് പറയണേ. അതത്രയ്ക്ക് പോസിറ്റീവായിട്ടൊന്നും അല്ല നമ്മൾ എടുക്കേണ്ട കാര്യമല്ല. അതിനു മുന്നേ നിങ്ങൾ മരണപ്പെടും. എങ്കിലും മരിക്കുന്നത് വരെ സുവിശേഷം പറഞ്ഞുകൊണ്ട് ഓടാനാണ് പറയണേ. അത് വെറുതെ ആവില്ല. ആരൊക്കെയോ പണ്ട് ഒരു നാളിൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ നാടിൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു തന്ന വചനത്തിൻ്റെ വിത്താണ് ഇപ്പോഴിത്രയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വിത്ത് വരണ്ടേ. ഞാൻ കണ്ടുമുട്ടുന്നവരുടെയൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സുവിശേഷത്തിൻ്റെ ഒരു ചെറിയൊരു അഗ്നി നമ്മൾക്ക് ഇട്ടു കൊടുക്കണ്ടേ. കത്തിപ്പടരാനും മാത്രം വലിയ പ്രഭയുള്ള ആ ഒരു ചെറിയ അഗ്നിനാളം കൊടുക്കുന്ന മനുഷ്യരായി മാറാനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുൻപിൽ നിൽക്കുന്നത് ഒന്നും നമ്മളെ ഭയപ്പെടുത്താതിരിക്കട്ടെ. മുന്നിൽ വരുന്നത് എത്ര വലിയ ശക്തിയാണെങ്കിലും, എത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും, സുവിശേഷത്തിന് വേണ്ടി ആരെയും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വിളിച്ചു പറയാനായിട്ടുള്ള ധൈര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത് പറയാത്തിടത്തോളം കാലം ആരൊക്കെയോ ജീവനില്ലാതെയായി പോകുന്നുണ്ട്, പ്രത്യാശ കിട്ടാതെ പോകുന്നുണ്ട്. മരണം കൊണ്ട് പോലും സുവിശേഷം പ്രഘോഷിച്ച, ക്രിസ്തുവിനെ പറഞ്ഞ, അതിന് ധൈര്യം കാണിച്ച വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. മുന്നിലുള്ളവരൊന്നും എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ എന്ന്. സുവിശേഷം പറയുന്ന യാത്രയിൽ ഒരാളും എനിക്ക് തടസ്സമാവാതിരിക്കട്ടെ എന്ന് വചനം സൂചിപ്പിക്കുന്നത് പോലെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും നിരന്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാൻ, കർത്താവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് വലിയ ആശീർവാദം, ധൈര്യത്തിൻ്റെ, സ്ഥൈര്യത്തിൻ്റെ, തെളിച്ചത്തിൻ്റെ ആശീർവാദം നമുക്ക് ഒരേ മനസ്സോടെ സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നിശബ്ദരാക്കി കളഞ്ഞ ചില സുവിശേഷ പ്രഘോഷണങ്ങളുണ്ടെന്ന് ഓർക്കണം. നമ്മുടെ വീടകങ്ങളിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തുടങ്ങുന്ന ചില സുവിശേഷങ്ങൾക്ക് എത്ര നെഗറ്റീവായിട്ടാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. ഈശോയെ പറ്റി പറയാനായിട്ടുള്ള ചില അവസരങ്ങൾ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഹെറോദേസിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. പറഞ്ഞു തുടങ്ങിയ സ്നാപക യോഹന്നാൻ്റെ നാവരിഞ്ഞ് തലയരിഞ്ഞ് നമ്മൾ വലിയ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നമ്മുടെ വീടകങ്ങളിൽ ഇങ്ങനെ സുവിശേഷം മുഴങ്ങിക്കേൾക്കട്ടെ. അത് പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.